സുഹൃത്തെ, എനിക്ക് പേടി തോന്നുന്നു, അതുകൊണ്ട് എന്തോ തെറ്റാണ്. എനിക്ക് ഗിൽറ്റ് തോന്നുന്നു, അതുകൊണ്ട് തെറ്റെന്റെ ഭാഗത്താണ്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ തുടങ്ങാൻ റെഡിയല്ല. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. ഒരു ഫീലിംഗ് ശക്തമായി തോന്നുമ്പോൾ അത് സത്യം തന്നെയാണെന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഫീലിംഗ് ശക്തമാണ്, പക്ഷേ ഫീലിംഗ് എപ്പോഴും ഫാക്റ്റ് അല്ല. ഇത് നിങ്ങളുടെ ഫീലിംഗ്സ് മോശമാണെന്നോ അവയെ വിശ്വസിക്കരുതെന്നോ അർത്ഥമില്ല. നിങ്ങളുടെ ഇമോഷൻസ് പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഒരു ഇമോഷൻ വന്ന നിമിഷം അത് പറയുന്നതാണ് മുഴുവൻ സത്യമെന്ന് തീരുമാനിക്കരുത്. എനിക്ക് പേടി തോന്നുന്നു എന്നത് ഒരു ഫീലിംഗ് ആണ്, അതുകൊണ്ട് അപകടം ഉറപ്പാണ് എന്നത് മൈൻഡ് എടുത്ത കൺക്ലൂഷനാണ്. എനിക്ക് ഗിൽറ്റ് തോന്നുന്നു എന്നത് ഫീലിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ തെറ്റായ ആളാണ് എന്നത് മൈൻഡ് നിങ്ങളെക്കുറിച്ച് എഴുതിയ വിധിയാണ്. ഫീലിംഗ് എവിടെ അവസാനിക്കുന്നു, കൺക്ലൂഷൻ എവിടെ തുടങ്ങുന്നു എന്നത് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. അവിടെയാണ് ഇമോഷണൽ റീസണിംഗ് ആരംഭിക്കുന്നത്. സൈക്കോളജിയിൽ ഇത്തരം തിങ്കിങ് പാറ്റേൺസിന് വ്യക്തമായ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. കോഗ്നിറ്റീവ് തെറാപ്പിയുടെ പ്രധാന പേരുകളിൽ ഒരാളായ ആരൻ ബെക്ക് നമ്മുടെ ചിന്തകൾ ഇമോഷൻസിനെയും ബിഹേവിയറിനെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിച്ചു. അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്കിൽ മൈൻഡ് യാഥാർത്ഥ്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഇത്തരം പാറ്റേൺസിനെ കോമൺ തിങ്കിങ് മിസ്റ്റേക്സ് അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഇമോഷണൽ റീസണിംഗ്. ലളിതമായി പറഞ്ഞാൽ, എനിക്കിങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ഇത് സത്യമായിരിക്കണം. അതായത് വ്യക്തമായ തെളിവുകൾ നോക്കേണ്ടിടത്ത് ഫീലിങ്ങിനെ തന്നെ തെളിവായി സ്വീകരിക്കുന്നത്. ഇത് വീക്ക്നെസ് അല്ല. ഇമോഷൻ ശക്തമായപ്പോൾ അതിനെ പരിശോധിക്കാതെ സത്യമെന്ന് വിശ്വസിക്കാൻ മൈൻഡിന് എളുപ്പമാണ്. നിങ്ങളുടെ മൈൻഡ് ഇമോഷൻസ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കുഴയ്ക്കാനല്ല, പലപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അത് ശ്രമിക്കുന്നത്. ഫിയർ നമ്മുടെ ശ്രദ്ധ അപകട സാധ്യതയിലേക്ക് തിരിക്കുന്നു. ഗിൽറ്റ് തെറ്റ് സംഭവിച്ചോ എന്ന് പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാഡ്നെസ് എന്തോ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടതായി അറിയിക്കാം. ഷെയിം വീണ്ടും റിജക്ഷൻ നേരിടാതിരിക്കാൻ നമ്മളെ പിന്നോട്ട് നിർത്താം. അതുകൊണ്ട് ഇമോഷൻസിനെ അടിച്ചമർത്തേണ്ടതില്ല. അവ നമ്മുടെ ഉള്ളിൽ എന്തോ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന സിഗ്നൽസ് പോലെയാണ്. പക്ഷേ ആ സിഗ്നലിനെ അടിസ്ഥാനമാക്കി മൈൻഡ് എടുക്കുന്ന കൺക്ലൂഷൻ മുഴുവൻ സത്യമാകണമെന്നില്ല. പ്രശ്നം ഇമോഷൻ വരുന്നതല്ല, അതിനെ ഫാക്റ്റായി മാറ്റുന്നതാണ്. ഇമോഷൻ ഒരു സിഗ്നലാണ്, വിധിയല്ല. ഉദാഹരണത്തിന്, പതിവായി ഒരേ സമയത്ത് വീട്ടിലെത്തുന്ന ഒരാൾ ഇന്ന് വൈകുന്നു. ഫോൺ ചെയ്തിട്ടും ആൻസർ കിട്ടുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു പേടി കൂടുന്നു. ഉടൻ മൈൻഡ് പറയുന്നു, എന്തോ മോശം സംഭവിച്ചിരിക്കണം. ഫീലിംഗ് ശക്തമായതിനാൽ ആ ചിന്ത സത്യം പോലെ തോന്നുന്നു. അവിടെയാണ് ഇമോഷണൽ റീസണിംഗ് സംഭവിക്കുന്നത്. പിന്നീട് മനസ്സിലാകുന്നു, ട്രാഫിക് കാരണം വൈകിയതാണ്. ഫോൺ സൈലന്റിലുമായിരുന്നു, അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫിയർ ശക്തമായ നിമിഷത്തിൽ മൈൻഡ് ഒരു സാധ്യതയെ ഫാക്റ്റായി കണ്ടു. അപ്പോൾ ചോദിക്കൂ, യഥാർത്ഥ അപകടത്തിന് വ്യക്തമായ തെളിവുണ്ടോ, അതോ എൻ്റെ മൈൻഡ് ഒരു സാധ്യതയെ അപകടമായി കാണുകയാണോ? ഫിയറിനെ അവഗണിക്കരുത്, പക്ഷേ അതിൻ്റെ കൺക്ലൂഷനെ ഫാക്റ്റാക്കുകയും ചെയ്യരുത്. ഇനി ഗിൽറ്റ് എങ്ങനെ തെറ്റായ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നോക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഒരാൾ ആവശ്യപ്പെട്ടു എന്ന് കരുതൂ. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. അത് ആവശ്യമായ ഒരു ബൗണ്ടറി ആയിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഗിൽറ്റ് വരുന്നു. ഉടൻ മൈൻഡ് പറയുന്നു, ഞാൻ സെൽഫിഷായി, ഞാൻ അവരെ ഹർട്ട് ചെയ്തു. പിന്നെ ആ ഫീലിംഗ് മറ്റൊരു കൺക്ലൂഷനായി മാറുന്നു, ഞാൻ തെറ്റായ ആളാണ്. പക്ഷേ ഗിൽറ്റ് വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബൗണ്ടറി തെറ്റാകുന്നില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് പഠിച്ച ഒരാൾക്ക് ഹെൽത്തി ബൗണ്ടറി വെച്ചാലും ഗിൽറ്റ് തോന്നാം. അത് തെറ്റിന്റെ തെളിവല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കൂ, ആവശ്യമെങ്കിൽ അപ്പോളജൈസ് ചെയ്യൂ. പക്ഷേ ഗിൽറ്റ് മാത്രം തെളിവാക്കി സ്വയം കുറ്റക്കാരനാകരുത്. ഇനി കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ മൈൻഡ് എങ്ങനെ നമ്മെ പിന്നോട്ട് നിർത്തുന്നു എന്ന് നോക്കാം. ഒരു പുതിയ ജോലി, പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺവെർസേഷൻ മുന്നിൽ വരുന്നു. പക്ഷെ അത് നേരിടാൻ നിങ്ങൾ തയ്യാറാണെന്ന് തോന്നുന്നില്ല. ഉടൻ മൈൻഡ് പറയുന്നു, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ കോൺഫിഡൻസ് ഇല്ലാത്തത് നിങ്ങൾക്ക് കഴിവില്ലെന്നതിൻ്റെ തെളിവല്ല. അത് അൺസർട്ടനിറ്റി ആയിരിക്കാം, പ്രാക്ടീസ് കുറവായിരിക്കാം, പുതിയതിനെ നേരിടുമ്പോഴുള്ള സ്വാഭാവിക ഡിസ്കംഫോർട്ടായിരിക്കാം.
പലപ്പോഴും കോൺഫിഡൻസ് വരുന്നത് തുടങ്ങുന്നതിന് മുമ്പല്ല, ഒരു ചെറിയ ആക്ഷൻ എടുത്തതിന് ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് ഉടൻ തീരുമാനിക്കരുത്. ഫീലിങ്ങിനെ ഫാക്റ്റ് ആക്കിയാൽ നിങ്ങൾ തുടങ്ങാതെ നിൽക്കും. കൺക്ലൂഷൻ പരിശോധിച്ചാൽ തയ്യാറെടുപ്പോടെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാം. അപ്പോൾ ഫീലിങ്ങിനെ ഫാക്റ്റ് ആക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഈ 4 വാക്കുകൾ ഓർക്കൂ: ഫീൽ, നെയിം, ചെക്ക്, ചൂസ്. 1. ഫീൽ. ഫീലിംഗ് വന്നപ്പോൾ അതിനെ നിഷേധിക്കരുത്. ഒരു നിമിഷം നിർത്തൂ. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു ഫീലിംഗ് ഉണ്ട് എന്ന് ശ്രദ്ധിക്കൂ. പക്ഷെ ഉടൻ കൺക്ലൂഷൻ എടുക്കരുത്. ഫീലിങ്ങിനെ അംഗീകരിക്കുന്നത് അത് പറയുന്ന കഥ വിശ്വസിക്കണമെന്നല്ല. 2. നെയിം. ആ ഫീലിങ്ങിന് വ്യക്തമായൊരു പേര് നൽകൂ. ഇത് ഫിയറാണ്, ഇത് ഗിൽറ്റാണ്, ഇത് ഷെയിമാണ്. ഞാൻ തെറ്റാണ് എന്ന് പറയുന്നതും എനിക്ക് ഗിൽറ്റ് തോന്നുന്നു എന്ന് പറയുന്നതും ഒരുപോലെയല്ല. ആദ്യത്തേത് നിങ്ങളെ വിധിക്കുന്നു, രണ്ടാമത്തേത് നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻസിനെ തിരിച്ചറിയുന്നു. ഫീലിങ്ങിന് പേര് നൽകുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു അകലം ലഭിക്കുന്നു. 3. ചെക്ക്. ഇപ്പോൾ മൈൻഡ് എടുത്ത കൺക്ലൂഷൻ പരിശോധിക്കൂ. ആദ്യം ചോദിക്കൂ, ഇപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ് പറയുന്നത്? പക്ഷെ വസ്തുതകൾ എന്താണ് പറയുന്നത്? ഫീലിംഗ് പറയുന്നതും വസ്തുതകൾ പറയുന്നതും ഒരുപോലെയല്ലെങ്കിൽ ആ കൺക്ലൂഷൻ ഉടൻ വിശ്വസിക്കരുത്. കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ചോദിക്കൂ, ഇതിന് വ്യക്തമായ തെളിവുണ്ടോ? ഇതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാകാമോ? ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഫീലിംഗ് എവിടെ അവസാനിക്കുന്നു, ഫാക്റ്റ് എവിടെ തുടങ്ങുന്നു എന്നതും വ്യക്തമാകും. 4. ചൂസ്. അടുത്ത ആക്ഷൻ പാനിക്കിൽ നിന്നും എടുക്കരുത്. ഫിയർ വന്നതുകൊണ്ട് അവസരം ഉപേക്ഷിക്കേണ്ട. ഗിൽറ്റ് വന്നതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തേണ്ട. മനസ്സ് ശാന്തമായതിനു ശേഷം അടുത്ത ശരിയായ സ്റ്റെപ്പ് തിരഞ്ഞെടുക്കൂ. ഫീലിംഗ് കേൾക്കൂ, പക്ഷേ ഡിസിഷൻ എടുക്കേണ്ടത് വ്യക്തതയിൽ നിന്നാണ്. ഇനി ഈ 4 സ്റ്റെപ്സ് ഒരു സാധാരണ സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കാം? ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നു. ഉടൻ ചിന്ത വരുന്നു, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യരുത്. ഫീൽ. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ അൺസർട്ടനിറ്റി ഉണ്ട്. നെയിം. ഇത് ഫിയറാണ്, എനിക്ക് കഴിവില്ലെന്നതിൻ്റെ തെളിവല്ല. ചെക്ക്. എനിക്ക് കഴിയില്ലെന്ന് തെളിവുണ്ടോ? അതോ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടാണോ കോൺഫിഡൻസ് കുറഞ്ഞത്? ചൂസ്. പെർഫെക്റ്റ് ആകുന്നതുവരെ കാത്തിരിക്കാതെ ഇന്ന് ഞാൻ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കും. ഫീലിംഗ് ഉടൻ മാറണമെന്നില്ല, പക്ഷെ ഫീലിംഗ് മാത്രം നിങ്ങളുടെ ഡിസിഷൻ നിയന്ത്രിക്കുന്നത് കുറയും. ഫീലിംഗ് മാറിയ ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതില്ല. ഫീലിംഗ് ഉള്ളപ്പോഴും വ്യക്തതയോടെ അടുത്ത സ്റ്റെപ്പ് എടുക്കാം. അതാണ് ഈ പ്രാക്ടീസിന്റെ യഥാർത്ഥ പവർ. സുഹൃത്തെ, നിങ്ങളുടെ ഫീലിംഗ്സ് അപ്രധാനമല്ല, അവയെ അടിച്ചമർത്തേണ്ടതുമില്ല. പക്ഷെ അവയെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവസാന സത്യമാക്കരുത്. ഫിയർ വരാം, അതുകൊണ്ട് ഡേഞ്ചർ ഉറപ്പാകുന്നില്ല. ഗിൽറ്റ് വരാം, അതുകൊണ്ട് നിങ്ങൾ തെറ്റായ വ്യക്തിയാകുന്നില്ല. കോൺഫിഡൻസ് കുറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ലെന്നർത്ഥമില്ല. അടുത്ത തവണ ഒരു ഫീലിംഗ് ശക്തമായി വന്നാൽ ഓർക്കൂ, ഫീൽ, നെയിം, ചെക്ക്, ചൂസ്. ഫീലിംഗ് സ്വീകരിക്കൂ, അതിന് പേര് നൽകൂ, വസ്തുതകൾ പരിശോധിക്കൂ, പിന്നെ വ്യക്തതയിൽ നിന്ന് ആക്ഷൻ തിരഞ്ഞെടുക്കൂ. ഫീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഫീലിംഗ് എപ്പോഴും ഫാക്റ്റ് അല്ല. ഇത്തരം പ്രാക്ടിക്കൽ സൈക്കോളജി വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ബ്ലിസ്ഫുൾ അബണ്ടൻസ് ജേർണി സബ്സ്ക്രൈബ് ചെയ്യൂ. ശാന്തമായി വളരൂ, നിങ്ങളുടെ ഫലങ്ങൾ സംസാരിക്കട്ടെ. നന്ദി.